പ്രിയ വിദ്യാർത്ഥികളെ, ലിബ്രോഫീസ് കാൽക്കിലെ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് അക്രീൻ്റെ റേറ്റ്, കുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കാണാനുള്ള CUM, IPMT, PV 4 ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി 3 ഫങ്ഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിലൊന്ന് PMT, FV ആൻഡ് NPV. PMT എന്താണെന്ന് നോക്കാം. Suppose you want to borrow rupees 5 lakh at 10% interest to buy a car and pay off this loan in 5 years. Calculate the monthly payment for you. ഇപ്പോൾ PMT എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ട ഒരു എക്സാമ്പിളാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ലോൺ ആവശ്യമുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാറ് വാങ്ങാനാണ്. 10% ഇൻട്രസ്റ്റ് റേറ്റ്. 5 വർഷം കൊണ്ടാണ് ഈ ലോണ് തിരിച്ചടക്കേണ്ടത്. അപ്പം 5 വർഷം കൊണ്ട് തിരിച്ചടക്കുന്ന 10% ഇൻട്രസ്റ്റ് റേറ്റുള്ള 5 ലക്ഷം രൂപയാണ് നിങ്ങൾ ലോണായിട്ട് ബോറോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും നിങ്ങൾ തിരിച്ചടക്കേണ്ട എമൗണ്ട് എത്രയാണ്, ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ട് എത്രയാണ് എന്ന് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ് PMT ഫംഗ്ഷൻ. PMT function helps to calculate the installment amount, including part of principal amount and monthly interest. The amount of installment is called EMI, equated monthly installment. ഇപ്പോൾ EMI കണ്ടെത്തുക എന്നുള്ളത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു ഫിക്സഡ് എമൗണ്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതിൻ്റെ തിരിച്ചടക്കാനുള്ള നമ്പർ ഓഫ് ഇയേഴ്സും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ തിരിച്ചടക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് PMT. എന്താണ് അതിൻ്റെ സിൻടാക്സ് എന്ന് നോക്കാം. PMT ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത് 5 ആർഗ്യുമെൻറ്റ്സ് ആണ്. റേറ്റ്, NPER, PV, FV ആൻഡ് ടൈപ്പ്. റേറ്റ് എന്ന് പറയുന്നത് പീരിയോഡിക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ അതിനെ മന്ത്ലി റേറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പീരിയഡ്സ്, ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ലോൺ. എന്നാൽ ഇപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന എമൗണ്ട് ആണ് പ്രസൻറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഫ്യൂച്ചർ വാല്യൂ ഓപ്ഷണലാണ്. ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് ലോൺ എമൗണ്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് എത്രയാവും? 0 ആവും. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് നമുക്ക് 0 കൊടുക്കാം, അതല്ലെങ്കിൽ അത് ഓപ്ഷണലാണ്. ദെൻ ടൈപ്പ് ഓപ്ഷണലാണ്. നമ്മൾ എല്ലാ മാസവും 1-ാം തീയതിയാണ് ഇൻസ്റ്റാൾമെൻറ്റുകൾ അടക്കുന്നതെങ്കിൽ 1 എന്ന് ഇൻപുട്ട് ചെയ്യണം. ദെൻ ലാസ്റ്റ് ഡേ ആണെങ്കിൽ 0 എന്ന് ഇൻപുട്ട് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ദ മന്ത്ലി പേയ്മെൻറ്റ് ഫോർ എ ലോൺ ഓഫ് rupees 2,50,000 availed by Mr. Shamir from Bank of Baroda at 8% per annum for a period of 3 years, assuming that the payment is made at the end of each month. ഇപ്പോൾ ഷമീർ എന്ന് പറയുന്ന ഒരാൾ 2.5 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന്. 8% അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. 3 വർഷം കൊണ്ടാണ് ഇത് തിരിച്ചടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം നമ്മൾ തിരിച്ചടക്കേണ്ട എമൗണ്ട് എത്രയാണ്, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. എന്തായിരുന്നു അതിൻ്റെ സിൻടാക്സ്? എന്താണ്? PMT എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ 5 ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. റേറ്റ് എന്ന് പറയുമ്പോൾ 8% ആണ്. മന്ത്ലി റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്പർ ഓഫ് പീരിയഡ്സ് എന്ന് പറയുമ്പോൾ 3 ഇയേഴ്സ് ആണ്. ഇപ്പോൾ 36 നമ്പർ ഓഫ് പേയ്മെൻറ്റ്സ് ആണ് വരുന്നത്. ദെൻ PV എന്ന് പറയുമ്പോൾ 2,50,000. FV 0. ടൈപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടൈപ്പ് എത്രയാണ് വരിക? 0 ആണ് വരിക. 8% 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 36 ഇൻസ്റ്റാൾമെൻറ്റുകൾ. പ്രസൻറ്റ് വാല്യൂ 2.5 ലക്ഷം. ഫ്യൂച്ചർ വാല്യൂ 0. ടൈപ്പ് 0. ഇത് പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്തു നോക്കാം. നേരത്തെ ക്വസ്റ്റ്യനിലുള്ള ഡാറ്റയാണ് ഇവിടെ എൻട്രി ചെയ്തിട്ടുള്ളത്. ആനുവൽ റേറ്റ് 8%, നമ്പർ ഓഫ് പീരിയഡ് 36, പ്രസൻറ്റ് വാല്യൂ 2.5 ലക്ഷം, FV 0, ടൈപ്പ് 0. എന്തായിരുന്നു ഫംഗ്ഷൻ? ഈക്വൽ ടു PMT. ബ്രാക്കറ്റിൽ ആദ്യം റേറ്റ് കൊടുക്കണം, അതിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, കോമ, ദെൻ നമ്പർ ഓഫ് പീരിയഡ്സ്, കോമ, പ്രസൻറ്റ് വാല്യൂ, കോമ, ഫ്യൂച്ചർ വാല്യൂ, കോമ, ടൈപ്പ്, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു. ഇപ്പോൾ 7,834 രൂപ, ദെൻ 0.09 പൈസ. അപ്പോൾ 2.5 ലക്ഷം രൂപ 3 വർഷത്തേക്ക് 8% നിരക്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ
നമ്മൾ ഓരോ മാസവും തിരിച്ചടക്കേണ്ട എമൗണ്ട് ആണ് 7834. എങ്ങനെയാണ് PMT ഫംഗ്ഷൻ നമ്മൾ ചെയ്യേണ്ടത്? FV എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. തോമസ് ഓപ്പൻഡ് എ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം പേയിങ് ₹2,500 per month for a period of 4 years with an interest rate of 8% per annum. Calculate the future value of recurring deposit using FV function. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഫംഗ്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. തോമസ് ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ 2500 രൂപ വീതമാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. എത്ര വർഷം? 4 വർഷം ഡെപ്പോസിറ്റ് ചെയ്യണം. എന്ന് പറയുമ്പോൾ 48 ഇൻസ്റ്റാൾമെൻറ്റുകൾ ബാങ്കിലേക്ക് അടക്കണം. അതിന് അവർ അനുവദിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 8%. അങ്ങനെയാണെങ്കിൽ ഈ 4 വർഷം കഴിയുമ്പോൾ ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എമൗണ്ട് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അടക്കുന്ന എമൗണ്ടുകളും അതിനോടുകൂടെ ഇൻട്രസ്റ്റും കൂട്ടി ഒരു വലിയ എമൗണ്ട് ആയിട്ട് അത് മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഫ്യൂച്ചർ വാല്യൂ, നമ്മൾ അടക്കുന്ന എമൗണ്ടിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അതിന് സഹായിക്കുന്ന ഫംഗ്ഷനാണ് FV. FV function helps to calculate the future value of an investment based on a constant interest rate. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? FV, റേറ്റ്, നമ്പർ ഓഫ് പീരിയഡ്സ്, PMT, PV, ടൈപ്പ്. ഇത്രയും ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. റേറ്റ് എന്ന് പറയുമ്പോൾ പീരിയോഡിക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻസ്റ്റാൾമെൻറ്റ് മന്ത്ലി ആണെങ്കിൽ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് പീരിയഡ്സ്. ദെൻ ദ ആനുറ്റി പെയ്ഡ് റെഗുലർലി പെർ മന്ത്. PMT എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. PV ഓപ്ഷണൽ ആണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ 0 ആണ് കൊടുക്കേണ്ടത്. ദെൻ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, 1-ാം തീയതിയാണ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 1 എന്ന് കൊടുക്കണം. എൻഡ് ഓഫ് ദ മന്ത് ആണെങ്കിൽ 0 എന്ന് കൊടുക്കണം. നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ എക്സാമ്പിൾ തന്നെ നമുക്കൊന്നുകൂടി നോക്കാം. അതിൽ കണ്ടെത്താനുള്ള ഫംഗ്ഷൻ ഇതാണ് FV. ഈ 2500 രൂപ വെച്ച് 4 വർഷക്കാലം ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ വരുമ്പോൾ റേറ്റ് വരുന്നത് 8% ആണ്, ഡിവൈഡഡ് ബൈ 12 മന്ത്ലി റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ NPER 48 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണ്, 4 വർഷക്കാലം ഇൻറ്റു 12, 4 ഇൻറ്റു 12. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 2500 ആണ്. പ്രസൻറ്റ് വാല്യൂ 0, റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങുകയാണ്, അതുകൊണ്ട് പ്രസൻറ്റ് വാല്യൂ 0, ടൈപ്പ് 0. അപ്പോൾ നമ്മുടെ ഈ FV ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് 4 വർഷം കഴിയുമ്പോൾ എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമുക്കിത് പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്തു നോക്കാം. നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിലെ ഡാറ്റയാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. 8% ആനുവൽ റേറ്റ് ആണ്, 48 ഇൻസ്റ്റാൾമെൻറ്റ്സ്, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് 2500, PV 0 ആൻഡ് ടൈപ്പ് 0. എന്താണ് ഫംഗ്ഷൻ? FV, ഫ്യൂച്ചർ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം റേറ്റ് കൊടുക്കണം, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 12, കോമ, NPER, കോമ, ഇൻസ്റ്റാൾമെൻറ്റ്, കോമ, PV, കോമ, ടൈപ്പ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ പ്രസ് ചെയ്തു. 48 മാസം 2500 രൂപ വെച്ച് 8% ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മളൊരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ 4 വർഷം കഴിയുമ്പോൾ അത് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? 1,40,874 രൂപയായിട്ട് അത് മാറിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പല തവണകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റാൾമെൻറ്റുകളുടെ ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് FV എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഫംഗ്ഷനിൽ നമുക്ക് അവസാനമായിട്ട് പഠിക്കാനുള്ള ഫംഗ്ഷനാണ് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. പെരിയാർ എക്സ്പോർട്ടേഴ്സ് തിങ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ₹8 lakh in a project. Cash inflows from the project will be 2,50,000, ₹2 lakh, ₹3 lakh, ₹1,50,000 and ₹2,20,000 over the next 5 years. Project cost of capital is 3%. Whether the project is acceptable or not. Net present value മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പെരിയാർ എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി 8 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഒരു പ്രൊജക്റ്റിൽ. അങ്ങനെ 8 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരുന്ന 5 വർഷക്കാലം അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഇൻഫ്ലോ, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആണ് താഴെ തന്നിട്ടുള്ളത്. ആദ്യത്തെ വർഷം 2 ലക്ഷം അതിൽ നിന്ന് അവർക്ക് ഇൻകം കിട്ടും. ദെൻ 2 ലക്ഷം,
3 ലക്ഷം, 1.5 ലക്ഷം, 2,20,000. അങ്ങനെ 5 വർഷം തുടർച്ചയായിട്ട് അവർക്ക് അതിൽ നിന്ന് ഇൻഫ്ലോ വരും. ഇപ്പോൾ 8 ലക്ഷമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോസ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രൊജക്റ്റ് ഫീസിബിൾ ആണോ, ഈ പ്രൊജക്റ്റ് ആക്സെപ്റ്റബിൾ ആണോ എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നൊരു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഇനി വരും വർഷങ്ങളിൽ കിട്ടുന്ന എമൗണ്ടുകളുടെ പ്രസന്റ് വാല്യൂ കണ്ടെത്തണം. അങ്ങനെ 5 ഇൻഫ്ലോകളുടെ 5 വർഷക്കാലം കിട്ടുന്ന എമൗണ്ടുകളുടെ പ്രസന്റ് വാല്യൂ കണ്ടെത്തി ആ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. Net present value function returns the present values of a series of periodic cash inflows at a discount rate. To get the net present value, subtract the cost of the project from the present value of future cash inflows. Net present value കണ്ടെത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? വരും വർഷങ്ങളിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ടുകളുടെ പ്രസന്റ് വാല്യൂ കണ്ടെത്തി അത് ടോട്ടൽ ചെയ്ത് അത് ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യുന്ന 8 ലക്ഷമായിട്ട് കമ്പയർ ചെയ്യണം. അതൊരു പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒന്നിലധികം പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാ പ്രൊജക്റ്റുകളുടെയും നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടെത്തി അതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്ന നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടുന്ന പ്രൊജക്റ്റാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? NPV വിത്തിൻ ബ്രാക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് ആണ് വാല്യൂ 1, വാല്യൂ 2 എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. റേറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാഷ് ഇൻഫ്ലോസ് ആണ്. അങ്ങനെ 30 ക്യാഷ് ഇൻഫ്ലോസ് വരെ നമുക്ക് ഇതിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയും. നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. പല വർഷങ്ങളിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസന്റ് വാല്യൂ കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ ഓർ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടെത്താൻ കഴിയും. ഒരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പെരിയാർ എക്സ്പോർട്ടേഴ്സിൻ്റെ അതേ എക്സാമ്പിൾ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: NPV റേറ്റ്, വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3. ഇവിടെ റേറ്റ് എന്ന് പറയുമ്പോൾ എത്ര കൊടുക്കണം? 3% ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3% റേറ്റ് ആയിട്ട് കൊടുക്കണം. അതിനുശേഷം ഈ 5 ഇൻഫ്ലോകളും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ 3%, 2,50,000, 2 lakh, 3 lakh, 1,50,000, 2,20,000. ഇത് പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നേരത്തെ എക്സാമ്പിളിലുള്ള ഡാറ്റയാണ് ഇവിടെ ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 8 ലക്ഷം, റേറ്റ് 3%, ദെൻ 5 വർഷത്തെ ഇൻഫ്ലോസ് ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്രസൻറ്റ് വാല്യൂ കണ്ടെത്താം. ഈക്വൽ ടു NPV ബ്രാക്കറ്റ് റേറ്റ്, ദെൻ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3, വാല്യൂ 4, വാല്യൂ 5. എല്ലാ വാല്യൂസും കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻട്രി ചെയ്യുക. വരുന്നത് 10,28,827 ഈ 5 ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ 10,28,827. ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 11,20,000. അപ്പോൾ 11,20,000 നമുക്ക് പല വർഷങ്ങളിലായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത് എത്രയാണ്? 10,28,827. ഇനി എന്ത് കണ്ടെത്തണം? നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തണം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തണമെങ്കിൽ പ്രസൻറ്റ് വാല്യൂവിൽ നിന്ന് ഏത് മൈനസ് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് മൈനസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 2,28,827 ഈ പ്രൊജക്റ്റ് നമുക്ക് ആക്സെപ്റ്റബിൾ ആണ്. ഇനി ഒന്നിലധികം പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാ പ്രൊജക്റ്റുകളുടെയും NPV കണ്ടെത്തിയിട്ട് ഏറ്റവും വലിയ NPV ഏതാണോ കിട്ടുന്നത് ആ പ്രൊജക്റ്റാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി ഫിനാൻഷ്യൽ ഫങ്ഷൻസ് അവസാനിക്കുകയാണ്. 7 ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെട്ടത്. ആദ്യം അക്രൂഡ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള അക്രിൻഡ്, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റേറ്റ്, ദെൻ കുമുലേറ്റീവ് ഇൻട്രസ്റ്റ് കണ്ടെത്തുന്നതിനുള്ള CUM, IPMT, ദെൻ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുന്നതിനുള്ള PV, ദെൻ ഇൻസ്റ്റാൾമെൻറ്റുകൾ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള PMT, ദെൻ ഫ്യൂച്ചർ വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടി
എഫ് വി ആൻഡ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എൻ പി വി എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത്രയും ഫംഗ്ഷൻസാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ഏതെങ്കിലും ഫംഗ്ഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അത് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.